ഹലോ, എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടാണ്. ഒരു മോട്ടിവേഷണൽ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡേ ടു ഡേ ഇംപ്രൂവ്മെൻറ്റ്, അതായത് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, ഡേ ടു ഡേ ഇംപ്രൂവ് ആവുന്നത് എങ്ങനെ, പിന്നെ കൺസിസ്റ്റൻസി ഉണ്ടായിട്ട് സക്സസ് ആവട്ടെ, ഗോൾസ് സെറ്റ് ചെയ്യുന്നതാവട്ടെ, ഇങ്ങനെ പല കാര്യങ്ങളും ഇതിലും ദൃഢമായിട്ട് നിൽക്കുന്നത് എങ്ങനെയെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം പലർക്കും അധികം സ്വപ്നങ്ങൾ കുറെ കാണും അല്ലേ, ഡ്രീംസ് ഞങ്ങൾക്ക് ഒരുപാടുണ്ട് അല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഡ്രീംസ് കാണുമ്പോൾ തന്നെ ഒരു ഉള്ളിലത്തെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മനസ്സും ഞങ്ങളോട് പറയുന്നതും ഒന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അതായത് ഞാനിത് സാധിക്കണം, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം, ഈ പീരിയഡിൻ്റെ അകത്ത്, ഫോർ എക്സാമ്പിൾ 6 months അകത്ത് ഞാനൊരു കോഴ്സ് ഇല്ലെങ്കിൽ ഒരു ന്യൂ ലാംഗ്വേജ്, ന്യൂ സ്കിൽ പഠിക്കണം എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ തുടക്കത്തിൽ ഒരു സ്റ്റാർട്ടപ്പായിട്ട് സ്റ്റാർട്ടിങ് പോയിന്റിലാണ് നമ്മൾ പോസായി നിൽക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഓവർ തിങ്കിങ് ആയിട്ട്, പിന്നെ പേടി, ഒരുപാട് ഭയം ഉണ്ടായിട്ട് എന്നെക്കൊണ്ട് സാധിക്കുമോ, അതോ എൻ്റെ വർത്ത് എന്താണ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ ഡിസിഷനിൽ ഞങ്ങൾ ഫേമായി നിൽക്കേണ്ടതാണ്. ഓക്കെ, ഇതിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ഞങ്ങളെ ഇമ്പ്രൂവ് ചെയ്ത് ഞങ്ങളെ നല്ലൊരു ഒരു ബെസ്റ്റ് വെർഷൻ എന്ന് ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞങ്ങളുടെ ഹാബിറ്റ്സ് കൊണ്ട് അങ്ങനെ ഞങ്ങൾ ഡേ ടു ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ബുക്ക് പഠിക്കുന്നതാവാം, ഇല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതുന്നതാവാം, ഇല്ലെങ്കിൽ വൊക്കാബുലറി ബിൽഡപ്പ് ചെയ്യുന്നതായിരിക്കും, ഇല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു ന്യൂ ലാംഗ്വേജോ ന്യൂ സ്കില്ലോ, അതോ പുതിയ ഒരു സ്ഥലം പോയി കാണുന്നതോ എക്സ്പ്ലോർ ചെയ്യുന്നതോ, ഇങ്ങനെ പലതും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ പൊതുവെ വീക്ക്നെസ്സോ ആ പേടി എന്നൊക്കെ പറയുന്നത് പതിയെ പതിയെ ഞങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഞങ്ങളുടെ മേലെ ഞങ്ങളെ അനലൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ആൻസേഴ്സ് കിട്ടാൻ തുടങ്ങും. അപ്പോൾ ഞങ്ങളെ നന്നാക്കാൻ ഡെയിലി ഓരോരോ സ്മോൾ സ്റ്റെപ്സ് ആയിട്ട് എടുക്കേണ്ടതാണ്. ഓക്കെ, ഇങ്ങനെ എടുക്കുമ്പോൾ എന്താകുമെന്ന് വെച്ചാൽ ഫർദർ നിങ്ങൾക്ക് ഗോൾ ഓറിയൻറ്റഡ്, ഗോൾ അച്ചീവ് ചെയ്യണമെന്ന് മാത്രമല്ല, ആസ് എ സ്ട്രോങ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പബ്ലിക് സ്പീക്കിംഗ്, ഈ സ്റ്റേജ് ഫിയറൊക്കെ ഇല്ലാണ്ടാകും. ഓക്കെ, അപ്പോൾ സൊസൈറ്റിയിൽ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ, അതായത് ഗെറ്റ് ടുഗെദർ ആവാം, ഇല്ലെങ്കിൽ പൊതുവെ ഒരു ഫങ്ഷൻ പോകുമ്പോഴോ, ഇങ്ങനെ ആൾക്കാരിങ്ങനെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നാലോ, ഇങ്ങനെ നമുക്ക് ധൈര്യത്തോടെ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ തോട്ട്സ് ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ വഴിയായിട്ട് ഞങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ കംപ്രസ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ എന്താവുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങളുടെ തോട്ട്സ് ആവട്ടെ, എന്തെങ്കിലും ഞങ്ങളെന്താ വിചാരിക്കണം, എന്നെക്കൊണ്ടൊന്നും ആവില്ല, ഈ നെഗറ്റിവിറ്റി കാര്യങ്ങൾ, നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒഴിവാക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ഷെയ്ഡ് മാറ്റിയാൽ നമുക്കൊരു പോസിറ്റീവ് ഷെയ്ഡ്
കിട്ടുന്നതാണ്. അതായത് ഒരു സൈഡ് ഒരു കോയിനിലത്തെ രണ്ട് വശം എന്ന പോലെ, ഓക്കെ, ടു സൈഡ്സ് ഓഫ് വൺ കോയിൻ എന്ന് പറയുമല്ലോ, അങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ എപ്പോഴും പോസിറ്റീവായി നിർത്താൻ നോക്കേണ്ടതാണ്. സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഏതൊരു സിറ്റുവേഷനും നിങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലോണം കോൺഫിഡൻ്റായി ഏതൊരു സിറ്റുവേഷനിലും ജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഫേസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.